ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ എന്നും കലണ്ടർ നോക്കാറുണ്ടല്ലേ? ഞായർ, തിങ്കൾ, ചൊവ്വ, അങ്ങനെ 7 ദിവസങ്ങൾ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആഴ്ചയിൽ കൃത്യമായി 7 ദിവസങ്ങൾ തന്നെ വന്നത് എന്ന്? എന്തുകൊണ്ട് 5 ദിവസമായില്ല? എന്തുകൊണ്ട് 10 ദിവസമായില്ല? അതിന് പിന്നിൽ വളരെ രസകരമായ ഒരു ചരിത്രവും ശാസ്ത്രമുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ബാബിലോണിയക്കാരാണ് ഈ 7 ദിവസത്തെ രീതി ആദ്യമായി കൊണ്ടുവന്നത്. അവർ ആകാശത്തെ നിരീക്ഷിച്ചിട്ടായിരുന്നു സമയം കണക്കാക്കിയിരുന്നത്. നമുക്കറിയാം, അന്ന് ക്ലോക്കുകളില്ല, മറ്റൊന്നുമില്ല. അപ്പം നമുക്ക് ആകെ സമയം കണക്കാക്കാനുള്ള മാർഗം സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ അവർ ഒരു മാസം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് ചന്ദ്രൻ ഒരു കറുത്ത വാവിൽ നിന്നും അടുത്ത കറുത്ത വാവിലേക്ക് എടുക്കാനുള്ള ദിവസങ്ങൾ. അത് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി അന്നത്തെ ദിനങ്ങൾ വെച്ച് അവർ കൗണ്ട് ചെയ്തപ്പോൾ ഏതാണ്ട് 28 ദിവസമായിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അതിൽ ഈ 28 ദിവസത്തിൽ തന്നെ വളരെ മനോഹരമായ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രൻ കറുത്ത വാവ് ദിനത്തിൽ നിന്ന് ഏതാണ്ട് 7 ദിവസം കൊണ്ട് കൃത്യമായ ആദ്യത്തെ ക്വാർട്ടറിലേക്ക് വരും. അടുത്ത 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഫുൾ മൂണായിട്ട് മാറും. അതിനുശേഷം വീണ്ടും 7 ദിവസം കൊണ്ട് വീണ്ടും ക്വാർട്ടറായിട്ട് മാറും, വീണ്ടും കറുത്ത വാവിലേക്ക് വരും. അങ്ങനെയാണ് അവർ ഓരോ ആഴ്ചകളായിട്ട് തിരിച്ചത്. മാത്രമല്ല, അക്കാലത്തെ ദൂരദർശിനികളില്ലാതിരുന്നിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്ത് കാണാൻ കഴിഞ്ഞിരുന്ന 7 പ്രധാനപ്പെട്ട ആകാശഗോളങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ആകാശഗോളങ്ങളുടെ പേരുകളാണ് അവർ ഓരോ ദിനത്തിനും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഞായറാഴ്ച നോക്കാം. ഞായർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. നിങ്ങൾ ഞാറ്റുവേല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വേല, ഞായറിൻ്റെ വേല എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് സൂര്യൻ്റെ ദിനം സൺഡേ ആയിട്ട് മാറിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഏതാണ്? മൺഡേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? മൂണിൻ്റെ ഡേ ആണ് തിങ്കൾ, മൺഡേ. ഇനി അടുത്ത ദിവസം എന്താണ്? അടുത്ത ദിവസം മൺഡേ കഴിഞ്ഞ് ചൊവ്വ, അല്ലേ? ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വ ഗ്രഹത്തിൻ്റെ ദിനമാണ്, അതുകൊണ്ട് ചൊവ്വ എന്ന് പറയുന്നു. ഇനി അടുത്തത് ബുധൻ നമുക്കറിയാം മെർക്കുറിയാണ്. മെർക്കുറിയുടെ ദിനമാണ് എന്ത്? ബുധൻ. ഇനി വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിനമാണ് വ്യാഴാഴ്ച. ഇനി വെള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ശുക്രൻ്റെ ദിനമാണ് വെള്ളിയാഴ്ച. ഇനി ശനിയാഴ്ച, ശനി ഗ്രഹത്തിൻ്റെ ദിനമാണ്. ഇങ്ങനെയാണ് ആഴ്ചയിൽ 7 ദിനങ്ങൾക്കും പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഈ 7 ഗ്രഹങ്ങളെ 7 പേരാക്കി വെച്ച്. പക്ഷേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞെങ്കിൽ സ്റ്റാൻഡേർഡ് കലണ്ടേഴ്സിലെല്ലാം ഈ 7 ദിനങ്ങളുടെ പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത്. റോമക്കാരും ഇന്ത്യക്കാരും എല്ലാം പിന്നീട് ഈ 7 ദിവസത്തെ രീതി തന്നെയാണ് പിന്തുടർന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ 10 ദിവസം വെച്ചിട്ട് കലണ്ടർ ഉണ്ടാക്കി നോക്കിയായിരുന്നു, പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. ബൈ.